5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, അത് പോയി കാണാം. അതിനുശേഷം മാത്രം ഈ ഒരു പാർട്ട് 2 കാണാം. നമുക്കിനി എടുക്കാനുള്ളത് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. ഏതാണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം? നമ്മൾ സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളെയും കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനിയുള്ളത് കൃത്രിമോപഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. എന്താണ് കൃത്രിമോപഗ്രഹങ്ങൾ? മനുഷ്യനിർമ്മിതമായിട്ടുള്ള യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ. എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ക്യാമറയുമുണ്ട്, മറ്റ് നിരവധി ഉപകരണങ്ങളും ഒക്കെ ഘടിപ്പിച്ചിട്ട് ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ചിട്ട് എവിടേക്ക് അയച്ചിട്ടുണ്ട്? ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇവ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം കൃത്രിമോപഗ്രഹങ്ങളാണ് GPS. എന്താണ് GPS? എന്താണ്? ഒരു കൃത്രിമോപഗ്രഹമാണ്. നമ്മൾ മാപ്പൊക്കെ അറിയാലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? GPS ആണ്. അത് GPS എന്താണ്? ഒരു കൃത്രിമോപഗ്രഹമാണ്. നിങ്ങളുടെ വീടും സ്കൂളുമൊക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും എല്ലാം കാണാനാകും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ GPS സംവിധാനം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. അപ്പോൾ എന്താണ് കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ഒരു സംവിധാനമാണ് കൃത്രിമോപഗ്രഹങ്ങൾ, അല്ലേ? ഇത് മനുഷ്യനിർമ്മിതമാണ്. ഇത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് കണ്ടല്ലോ, പിക്ചറൊക്കെ കണ്ടല്ലോ. ഈ കൃത്രിമോപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കൃത്രിമോപഗ്രഹങ്ങൾ നൽകുന്ന സേവനങ്ങൾ? വിദൂര സംവേദനം, ആശയവിനിമയം, ഗതിനിർണയം, ശാസ്ത്ര പര്യവേക്ഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും, പ്രതിരോധം. എന്തൊക്കെയാണ്? വിദൂര സംവേദനം, ആശയവിനിമയം, ഗതിനിർണയം, ശാസ്ത്ര പര്യവേഷണങ്ങൾ, വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തലും രേഖപ്പെടുത്തലും, അതുപോലെ തന്നെ പ്രതിരോധം. ഇവയ്ക്കൊക്കെ നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? കൃത്രിമോപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമോപഗ്രഹങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ഒന്നുകൂടെ നോക്കാം. വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നു, കാലാവസ്ഥാ പ്രവചനത്തിന് സഹായിക്കുന്നു, പിന്നെ പ്രതിരോധം പറഞ്ഞില്ലേ, അതന്നെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ഭൂമിശാസ്ത്ര പഠനത്തിന് ഉപയോഗിക്കുന്നു, സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിന് ഉപയോഗിക്കുന്നു, ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്നു. മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്നു, ഭൂമിയുടെ അന്തരീക്ഷ പഠനത്തിന് ഉപയോഗിക്കുന്നു, ഭൂഗർഭ വസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്നതിന് ഉപയോഗിക്കുന്നു, ഭൂമിയുടെ കാന്തികതയെക്കുറിച്ച് പഠിക്കുന്നതിന് ഉപയോഗിക്കുന്നു, പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് എന്തുപയോഗിക്കുന്നു? നമ്മൾ ഈ കൃത്രിമോപഗ്രഹങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എന്തുപയോഗിക്കുന്നുണ്ട്? നമ്മൾ ഈ കൃത്രിമോപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തൊക്കെ സേവനങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ നൽകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഇൻസാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നതാണ് ഇൻസാറ്റ്. എന്തിനു ഉപയോഗിക്കുന്നു? വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നു. എഡ്യൂസാറ്റ്, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലെ എഡ്യൂസാറ്റ് എന്തിനു ഉപയോഗിക്കുന്നു? വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതാണ് എഡ്യൂസാറ്റ്. IRNSS എന്തിനുപയോഗിക്കുന്നു? ഗതി നിർണയത്തിന് ഉപയോഗിക്കുന്നു. IRNSS ഗതി നിർണയത്തിന് ഉപയോഗിക്കുന്നു.
കാർട്ടോസാറ്റ് എന്തിനുപയോഗിക്കുന്നു? ഭൗമ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നു. കാർട്ടോസാറ്റ് എന്തിനുപയോഗിക്കുന്നു? ഭൗമ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നു. ആസ്ട്രോസാറ്റ് എന്തിനാണ്? ജ്യോതിശാസ്ത്ര പഠനത്തിനാണ് ആസ്ട്രോസാറ്റ്. ജിസാറ്റ് 7 അതുപോലെ എമിസാറ്റ് എന്തിനുള്ളതാണ്? പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ജിസാറ്റ് 7ഉം എമിസാറ്റും. ഇതിൽ IRNSS ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇത് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ നോക്കി വെക്കുക കേട്ടോ. ഇവിടെ IRNSSനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് എന്ത്? IRNSS. എന്താണ്? നാം വികസിപ്പിച്ച, നാം എന്ന് പറഞ്ഞാൽ ഇന്ത്യ വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹം. എന്താണ്? ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് IRNSS. IRNSS അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നുള്ളതാണ് IRNSS. ഇത് GPS-ന് സമാനമാണ്. ഇതൊരു ഇന്ത്യൻ സംവിധാനമാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി ചെറിയൊരു കാര്യം നോക്കാം. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം എന്ന് പറയുന്നത് ആര്യഭട്ടയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. എന്നാണ് വിക്ഷേപിച്ചത്? 1975 ഏപ്രിൽ 19. 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ച ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം എന്നുള്ളത് ഒന്ന് ഓർത്തു വെക്കാം. ഇനി എന്താണ് റോക്കറ്റുകൾ എന്നുള്ളതാണ്. ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. റോക്കറ്റുകൾ എന്താണ്? വാഹനങ്ങളാണ്. നമ്മുടെ ഉപഗ്രഹങ്ങളായാലും ബഹിരാകാശ പേടകങ്ങളായാലും എവിടെ എത്തിക്കണം? ബഹിരാകാശത്ത് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു വാഹനമാണ് എന്ത്? റോക്കറ്റുകൾ. എന്താണ്? റോക്കറ്റുകൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് എന്ത്? ISRO. ഇസ്രോ എന്ന് പറയുന്ന ISRO. എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനത്തിൻ്റെ പേരാണ് ISRO. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതിന് മലയാളത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന എന്ന് പറയും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. ഇതൊന്ന് നോക്കി വെക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ISRO ആണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഈ മലയാളം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന എന്നുള്ളതാണ് ISRO. ഇനി നമുക്ക് നോക്കാനുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും ബഹിരാകാശ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ISRO ആരുടേതാണ്? ഇന്ത്യയുടേതാണ് ISRO. നാസ ആരുടേതാണ്? അമേരിക്കയുടേതാണ്. നാസ ആരുടെയാണ്? അമേരിക്കയുടേതാണ്. റോസ് കോസ്മോസ് എന്ന് പറയുന്നത് റഷ്യയുടെ ബഹിരാകാശ സ്ഥാപനമാണ്. റോസ് കോസ്മോസ് ആരുടേതാണ്? റഷ്യയുടെ ബഹിരാകാശ സ്ഥാപനമാണ്. ESA എന്ന് പറഞ്ഞാൽ ആരുടെ സ്ഥാപനമാണ്? യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥാപനമാണ് ESA. ഇനി നോക്കാനുള്ളത് ജാക്സ ആരുടേതാണ്? ജപ്പാൻ്റെതാണ് ജപ്പാൻ്റെതാണ് ജാക്സ. CNSA ആരുടേതാണ്? CNSA ചൈനയുടേതാണ്. CNSA ചൈനയുടെ ബഹിരാകാശ സ്ഥാപനമാണ് CNSA. ISRO കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ഫുൾ ഫോം. ISRO കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഫുൾ ഫോം. 1969 ഓഗസ്റ്റ് 15 സ്ഥാപിച്ചത്. 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഫുൾ ഫോം. ആസ്ഥാനം ബംഗളൂരു. ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു. സ്ഥാപക ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ്. ആരാണ് സ്ഥാപക ചെയർമാൻ? വിക്രം സാരാഭായ്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ഇനി
നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാനുള്ളത്. റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. ഈ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് എവിടെ നിന്നാണ്? ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തുമ്പ എവിടെയാണ്? തുമ്പ തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതെന്നാണ് സ്ഥാപിതമായത്? 1963 നവംബർ 21 സ്ഥാപിതമായി. 1963 നവംബർ 21 സ്ഥാപിതമായ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയ്ക്ക് സമീപത്താണ് സ്ഥാനം. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായി 1972 വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് നൽകി. ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖയ്ക്ക് സമീപത്താണ് സ്ഥാനം. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായി 1972 വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് നൽകി. ഇനി അടുത്തതാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇതെവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ ഇവിടെയാണ് നടക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്തു വരുന്ന സ്ഥലം ആയതിനാൽ ഉപഗ്രഹ വിക്ഷേപണത്തിന് സഹായകമായ അധിക കേന്ദ്രീകൃത ബലം ലഭിക്കുന്നു. സതീഷ് ധവാന്റെ ഓർമ്മയ്ക്കായി 2002 സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് നൽകി. എന്തൊക്കെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ കുറിച്ച്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ എവിടെയാണ് നടക്കുന്നത്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് നടക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുന്ന സ്ഥലമാണ്. ഉപഗ്രഹ വിക്ഷേപണത്തിന് സഹായകമാകുന്ന അധിക കേന്ദ്രീകൃത ബലം അതുകൊണ്ട് തന്നെ ലഭിക്കുന്നു. സതീഷ് ധവാന്റെ ഓർമ്മക്കായാണ് 2002 സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേര് നൽകിയത്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. ഇനി GPS-നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. GPS-ന്റെ ഫുൾ ഫോം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS-ന്റെ ഫുൾ ഫോം എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഒരു സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ സ്ഥാനം വിദൂരമായി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനമാണിത്. എന്താണ്? ഒരു സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ സ്ഥാനം നമ്മൾ വിദൂരമായി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനമാണ്. 1960കളിൽ US സൈന്യമാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അടുത്ത ഏതാനും ദശകങ്ങളിൽ സിവിലിയൻ ആപ്ലിക്കേഷനുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ആദ്യമായിട്ട് ഉപയോഗിച്ചത് US സൈന്യമാണ്. 1960കളിലാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇതിൽ 24 ഉപഗ്രഹങ്ങളാണ് ഉൾപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലങ്ങളിൽ നിന്ന് ഏകദേശം 19,300 കിലോമീറ്റർ ഉയരത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ഓരോ 12 മണിക്കൂറിലും അവ ഭൂമിയെ ചുറ്റുന്നു. എന്താണ്? 19,300 കിലോമീറ്റർ ഉയരത്തിലാണ് ഇതുള്ളത്. അതുപോലെ തന്നെ 12 മണിക്കൂറിൽ എന്ത് ചെയ്യുന്നു? ഭൂമിയെ ചുറ്റുന്നു. ഇത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ GPS-നെ കുറിച്ച് പറയുകയാണെങ്കിൽ GPS കൃത്യസ്ഥാനം നൽകുന്നു. ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥാനം ട്രാക്ക് ചെയ്യുന്നു. ലോക ഭൂപടങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. പ്രപഞ്ചത്തിന് കൃത്യമായ സമയം നൽകുന്നു. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്നു. നാവിഗേഷനിലും പ്രതിരോധ രംഗത്തും ഉപയോഗിക്കുന്നു. GPS-നെ കുറിച്ച് എന്തൊക്കെയാണ്? കൃത്യമായ സ്ഥാനം നൽകുന്നു. വ്യക്തി അതുപോലെ വസ്തു അതിൻ്റെയൊക്കെ ആ സ്ഥാനം ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു. പിന്നെ ഭൂപടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു. കൃത്യമായ സമയം നൽകുന്നു. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ പ്രതിരോധ രംഗത്തൊക്കെ ഉപയോഗിക്കുന്നു. ഇനി നോക്കാനുള്ളത് IRNSS.
IRNSSന്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നുള്ളതാണ് IRNSSന്റെ ഫുൾ ഫോം. നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്ഥാനനിർണയ സംവിധാനമാണ് IRNSS. എന്താണ്? സ്ഥാനനിർണയ സംവിധാനമാണ് IRNSS. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. എന്താണ്? നാവിക്. വിദേശ സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള ഉപഗ്രഹങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒഴിവാക്കുകയാണ് IRNSS ചെയ്യുന്നത്. 7 ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ് ഇത്. എത്ര ഉപഗ്രഹങ്ങളാണ്? 7 ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ്. 2 ഭൂമിയിൽ എപ്പോഴും തയ്യാറായിരിക്കുന്നുണ്ടാകും. ഭൗമോപരിതലത്തിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഉപകരണങ്ങളുടെ സ്ഥാനം. എത്ര? 36,000. IRNSS 2 തരത്തിലുള്ള സേവനങ്ങളാണ് നൽകുന്നത്. ഒന്ന്, എല്ലാവർക്കും ലഭ്യമാകുന്ന സാമാന്യ സ്ഥാന വിവര സേവനവും. രണ്ടാമത്തത് എന്താണ്? നിയന്ത്രിത സേവനവുമാണ്. ഈ നിയന്ത്രിത സേവനം എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇനി അടുത്തത് ഭുവൻ. ഭുവനെ കുറിച്ച് എന്താണ് നോക്കാനുള്ളത്? ഗൂഗിൾ എർത്തിന് പകരമായി ISRO നിർമ്മിച്ച ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് പകരമായിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ഭുവനാണ്. ഭുവൻ ഉപയോഗിക്കുന്നത് ISRO നിർമ്മിച്ചതാണ്. ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂളാണ്, സോഫ്റ്റ്വെയർ ആണ്. ഭുവൻ എന്താണ്? ഗൂഗിൾ എർത്തിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ISRO ആണ് നിർമ്മിച്ചത്. ഇത് ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ്. 2009 മാർച്ചിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. വിഭവ ചൂഷണത്തിനും ആസൂത്രണത്തിനും ആവശ്യമായ പശ്ചാത്തല വിവരങ്ങൾ സൗജന്യമായി പകരുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 10 മീറ്ററാണ് ഭുവനിൽ ദൃശ്യത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ദൃശ്യപരിധി. ഇതിനാൽ വളരെ വ്യക്തമായ ദൃശ്യം നൽകാൻ കഴിയുന്നു. കുറഞ്ഞ വേഗതയുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളവർക്കും ഭുവൻ ഉപയോഗിച്ച് വിവരശേഖരണം നടത്താൻ കഴിയും. ഗൂഗിൾ ഉപയോഗിച്ചിരിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾക്ക് വളരെയധികം കാലപ്പഴക്കമുണ്ട്. ഇത്ര വർഷമായിട്ടും ഗൂഗിൾ എർത്ത് പരിഷ്കരിച്ചിട്ടില്ല. കൂടാതെ 200 മീറ്ററിൽ കൂടുതൽ താഴോട്ട് പോകുവാൻ ഗൂഗിൾ എർത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭുവൻ നൽകുന്ന ചിത്രങ്ങൾ ദൃശ്യമികവ് ഉള്ളതായിരിക്കും. അപ്പോൾ ഈ ഭുവൻ എന്നാണ് വന്നത്? 2009 മാർച്ചിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആരാണ് കൊണ്ടുവന്നത്? ISRO ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി വിക്രം സാരാഭായിയെ കുറിച്ച് നോക്കാം. വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായി ആണ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും ചാന്ദ്രയാനിൻ്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. ആരാണ് വിക്രം സാരാഭായ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ്. ഇദ്ദേഹം നമ്മുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും ചാന്ദ്രയാനിൻ്റെ ലാൻഡറിൻ്റെ പേരെന്താണ്? വിക്രം. ഈ വിക്രം എന്നുള്ള പേര് കൊടുത്തതും ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ്. ഇനി നോക്കാനുള്ളത് സതീഷ് ധവാൻ. ആരാണ് സതീഷ് ധവാൻ? ഇസ്രോയുടെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. ഇസ്രോയുടെ ചെയർമാനായിരുന്നു ആര്? സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ നേതൃത്വം നൽകിയത് ആരാണ്? സതീഷ് ധവാനാണ്. ഇദ്ദേഹത്തിൻ്റെ സ്മരണക്കായാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി ചാന്ദ്ര യാത്രകളെക്കുറിച്ച് നോക്കാം. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്?
ചന്ദ്രനാണ്. 1969 ജൂലൈ 21 ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എന്നാണ്? 1969 ജൂലൈ 21. 1960 മുതൽ തന്നെ എന്തുണ്ട്? നിരന്തരമായ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായാണ് 1969 ജൂലൈ 21 ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുള്ളത്. നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ്, ആൽഡ്രിൻ എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത്. ആരൊക്കെയാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ്, ആൽഡ്രിൻ തുടങ്ങിയവരാണ് ആദ്യമായി ചന്ദ്രനിലെത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. ഇവരുടെ പേടകം നിയന്ത്രിച്ചത് ആരാണ്? മൈക്കൽ കോളിൻസ്. മൈക്കൽ കോളിൻസ് ആണ് പേടകം നിയന്ത്രിച്ചത്. ഇനി ബഹിരാകാശ വാരം. എന്താണ് ബഹിരാകാശ വാരം? 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഏതാണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം? സ്പുട്നിക് 1. ഈ സ്പുട്നിക് 1 എന്നാണ് വിക്ഷേപിച്ചത്? 1957 ഒക്ടോബർ 4 വിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. എന്നാണ്? ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് ബഹിരാകാശ വാരം. ഇത് അന്താരാഷ്ട്ര തലത്തിലാണ് ആചരിക്കുന്നത്. ഇത് എങ്ങനെയാണ്? സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായാണ് ഈ ഒരു വാരാചരണം നടത്തുന്നത്. 1967 ഒക്ടോബർ 10 എന്താണ്? അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി വന്നതെന്നാണ്? 1967 ഒക്ടോബർ 10 ഇതിൻ്റെ ഓർമ്മക്കായാണ് എന്ത് വരുന്നത്? ഈ ഒരു ബഹിരാകാശ വാരം. എന്ന് മുതൽ എന്ന് വരെയാണ്? ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് ബഹിരാകാശ വാരം. ഇനി ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളെക്കുറിച്ച് നോക്കാം. ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ്. ചാന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഈ ഡേറ്റ് മറക്കരുത്. 2008 ഒക്ടോബർ 22 ആണ്. എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 1 ആണ് 2008 ഒക്ടോബർ 22. ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. അപ്പോൾ എന്നാണ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22. ഏത്? ചന്ദ്രയാൻ 1. ഇനി ചാന്ദ്രയാൻ 2 കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചാന്ദ്രയാൻ 2. 2019 ജൂലൈ 22 ഇത് വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22 ഏത്? ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് പാറകളുടെയും മണ്ണിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുകയാണ് ലക്ഷ്യം. ഇനി ചാന്ദ്രയാൻ 3. ചാന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചാന്ദ്രയാൻ 3. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകം ഏതാണ്? ചാന്ദ്രയാൻ 3 ആണ്. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. ഇത് എന്നാണ്? ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. എന്നാണ് ഇറങ്ങിയത്? ഇത് വിക്ഷേപിച്ച ഡേറ്റാണ് ആദ്യം പറഞ്ഞത്. ഇത് എന്നാണ് ഇറങ്ങിയത്? 2023 ഓഗസ്റ്റ് 23. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ ഈ ഡേറ്റുകളൊന്നും മറക്കരുത്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റ് പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചന്ദ്രനെപ്പറ്റി മാത്രമല്ല മറ്റ് ആകാശഗോളങ്ങളെപ്പറ്റി പഠിക്കാനും നമുക്ക് പദ്ധതികളുണ്ട്. ഈ മംഗൾയാൻ എന്ന് പറഞ്ഞത് ചൊവ്വ പര്യവേഷണമാണ്. ചൊവ്വയെക്കുറിച്ച് പഠിക്കാനുള്ളതാണ് മംഗൾയാൻ.
ആദിത്യ L1 സൗര പര്യവേഷണമാണ്. ആദിത്യ L1 എന്താണ്? സൗര പര്യവേഷണമാണ്. ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണമാണ്. ഗഗൻയാൻ എന്താണ്? ബഹിരാകാശ പര്യവേഷണമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആദിത്യ L1 കുറിച്ചാണ്. ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി ക്ലാസ് ദൗത്യമാണ് ആദിത്യ L1. ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഒബ്സർവേറ്ററി ക്ലാസ് ദൗത്യമാണ് ആദിത്യ L1. സൗരാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാനുള്ള കൊറോണോഗ്രഫി ബഹിരാകാശ പേടകമാണിത്. എന്തിനെക്കുറിച്ച് പഠിക്കാനുള്ളതാണ്? സൗരാന്തരീക്ഷത്തെക്കുറിച്ച്. ഇസ്രോയും വിവിധ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളും രൂപകൽപ്പന ചെയ്തു വികസിപ്പിച്ചെടുത്ത അനുബന്ധ ഉപകരണങ്ങൾ എന്തിലുണ്ട്? ഈ ഒരു പേടകത്തിലുണ്ട്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യഭൗമ വ്യവസ്ഥയുടെ ലേഗ്രാൻഷ്യൽ പോയിന്റ് 1 ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ്. ഈ ഭ്രമണപഥം എന്താണ്? ഹലോ ഓർബിറ്റ്. അവിടെയാണ് ഈ പേടകത്തെ നിലനിർത്തിയിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. എന്നാണ്? 2023 സെപ്റ്റംബർ 2. ഇതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV XL ലോഞ്ച് വെഹിക്കിളാണ്. ഏതാണ് വിക്ഷേപണ വാഹനം? PSLV XL ലോഞ്ച് വെഹിക്കിളാണ്. സൗരാന്തരീക്ഷത്തിൻ്റെ സംയോജനവും ചലനാത്മകതയും മനസ്സിലാക്കലും സൗരവാതത്തിൻ്റെ വിതരണവും താപനിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും പഠിക്കലും ബഹിരാകാശ കാലാവസ്ഥ, കൊറോണൽ ഹീറ്റിംഗ് എന്നിവയെക്കുറിച്ചുള്ള പഠനവും ആദിത്യ L1 ലക്ഷ്യങ്ങളാണ്. ഇത്രയുമാണ് ആദിത്യ L1 കുറിച്ച് നോക്കാനുള്ളത്. ഇനി നമുക്ക് നക്ഷത്രം, ഗ്രഹം, ഉപഗ്രഹം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. നക്ഷത്രം പ്രകൃതിയാലുള്ളതാണ്. നക്ഷത്രം. ഗ്രഹവും എന്താണ്? പ്രകൃതിയാലുള്ളതാണ്. ഉപഗ്രഹം പ്രകൃതിയാലുള്ളതുമുണ്ട്, മനുഷ്യനിർമ്മിതവുമുണ്ട്. നമ്മൾ പറഞ്ഞു ഉപഗ്രഹങ്ങൾ കൃത്രിമോപഗ്രഹങ്ങളും ഉണ്ടെന്ന്. ഈ കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നക്ഷത്രം എന്താണ്? പ്രകൃതിയാലുള്ളതാണ്. ഗ്രഹം എന്ന് പറയുന്നതും പ്രകൃതിയാലുള്ളതാണ്. ഉപഗ്രഹം എന്താണ്? പ്രകൃതിയാലുള്ളതുമുണ്ട്, മനുഷ്യനിർമ്മിതവുമുണ്ട്. ഈ നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നക്ഷത്രം സ്വയം പ്രകാശിക്കുന്നു, എന്നാൽ ഗ്രഹം സ്വയം പ്രകാശിക്കുന്നില്ല. ഉപഗ്രഹമോ? ഉപഗ്രഹം എന്ത് ചെയ്യുന്നില്ല? സ്വയം പ്രകാശിക്കുന്നില്ല. നക്ഷത്രം മാത്രമാണ് സ്വയം പ്രകാശിക്കുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നു. നമ്മൾ നോക്കിയാൽ എങ്ങനെയാണ് നക്ഷത്രം? മിന്നിത്തിളങ്ങുന്നതായിട്ടാണ് തോന്നുന്നത്. ഗ്രഹമോ? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നാതെ കാണുന്നു. ഗ്രഹം മിന്നുന്നില്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നാതെ കാണുന്നതാണ് ഉപഗ്രഹം. ഇനി നോക്കാനുള്ളത് ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഭാവി ബഹിരാകാശ പദ്ധതികൾ മാർസ് ഓർബിറ്റൽ മിഷൻ എന്നുള്ളത് എന്താണ്? ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതിയാണ്. എന്താണ്? മാർസ് ഓർബിറ്റൽ മിഷൻ MOM. 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാർസ് ഓർബിറ്റൽ മിഷൻ. എന്താണ്? 2013 നവംബർ 5 ആരാണ് വിക്ഷേപിച്ചത്? ഇന്ത്യയാണ് വിക്ഷേപിച്ചത്. എന്താണിത്? ചൊവ്വ ദൗത്യമാണ്. അനൗദ്യോഗികമായി ഇത് മംഗൾയാൻ എന്നും അറിയപ്പെടുന്നു. മംഗൾയാൻ എന്നും അറിയപ്പെടുന്നത് എന്താണ്? മാർസ് ഓർബിറ്റൽ മിഷൻ MOM. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര യാത്ര ദൗത്യമാണിത്. 2014 സെപ്റ്റംബർ 24 മംഗൾയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. എന്നാണ് പ്രവേശിച്ചത്? 2014 സെപ്റ്റംബർ 24. ഇതോടെ ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന എത്രാമത്തെ രാജ്യമാണ്? 5ാമത്തെ രാജ്യമായി ഇന്ത്യ. ചൊവ്വ ദൗത്യത്തിൽ ഏർപ്പെടുന്ന എത്രാമത്തെ രാജ്യം? 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ പേടകം ചൊവ്വയിലെ ജല സാന്നിധ്യം, അന്തരീക്ഷ ഘടന, അണുവികിരണ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് വിക്ഷേപിച്ചത്. PSLV XL റോക്കറ്റ്
ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയിട്ടുള്ളത്. എന്താണ്? PSLV XL റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയിട്ടുള്ളത്. 7 നിരീക്ഷണ ഉപകരണമാണ് മംഗൾയാൻ പേടകത്തിൽ ഉള്ളത്. ഒരു ഇൻഫ്രാറെഡ് സെൻസിറ്റീവ് ഉപകരണം, ഹൈഡ്രജൻ സാന്നിധ്യം പഠിക്കാനുള്ള ആൽഫ ഫോട്ടോമീറ്റർ, മീഥേൻ സാന്നിധ്യം പഠിക്കാനുള്ള മീഥേൻ സെൻസർ എന്നീ ഉപകരണങ്ങൾ ചൊവ്വയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭ്യമാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നോക്കാനുള്ളത് ഗഗൻയാൻ എന്നുള്ള ഭാഗമാണ്. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. മനുഷ്യനെ എവിടെ എത്തിക്കാൻ? ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. 2020-ലും 2021-ലും മനുഷ്യരില്ലാത്ത പേടകങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ച ശേഷം 2021 അവസാനത്തോടെ മനുഷ്യരെ ഉൾപ്പെടുത്തി പേടകങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കാനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ 2026 വരെ നീളുമെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷനും ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള പരിശീലനവുമാണ് നടക്കുന്നത്. LVM-3 റോക്കറ്റിലാണ് യാത്രികരെ ബഹിരാകാശത്ത് എത്തിക്കുക. 7 ദിവസം യാത്രക്കാർ ബഹിരാകാശത്ത് തങ്ങും. അതോടെ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾ മുൻപേ തന്നെ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഈ ദൗത്യത്തിന് പിന്നിൽ നിരവധി മലയാളി ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കുന്നുണ്ട്. റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ് കോസ്മോസും ഒരുമിച്ചാണ് പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്? ആദ്യം തന്നെ നമ്മൾ ആകാശത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷികളൊക്കെ പറക്കുന്നത് എവിടെയാണ്? ആകാശത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയത്. പിന്നെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായിട്ടുള്ള സ്ഥലമാണെന്ത്? ബഹിരാകാശം എന്ന് പറഞ്ഞു. ഈ ഒരു ബഹിരാകാശത്താണ് ബഹിരാകാശ നിലയങ്ങളുള്ളതെന്ന് പറഞ്ഞു. അവിടെ എന്തുണ്ട്? നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു നക്ഷത്രമാണ് സൂര്യൻ എന്നുള്ളത് പറഞ്ഞു. പിന്നെ നക്ഷത്ര ഗണങ്ങളുണ്ട്. നക്ഷത്ര ഗണങ്ങളിൽ പെട്ടതാണ് എന്തൊക്കെ? സപ്തർഷികളും വേട്ടക്കാരനും. പിന്നെ ബഹിരാകാശത്താണ് ഗ്രഹങ്ങളുള്ളത്. ഗ്രഹങ്ങളിൽ പെട്ടതാണ് നമ്മുടെ ഭൂമി. പിന്നെ ഗ്രഹങ്ങളെ ചുറ്റി ഉപഗ്രഹങ്ങളുണ്ട്. ഉപഗ്രഹങ്ങൾ 2 തരത്തിലാണ് ഉള്ളത്, പ്രകൃതിയിലുള്ളവ അതുപോലെ തന്നെ കൃത്രിമോപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രകൃതിയാലുള്ളവയാണ്. അതിൽ ഒന്നാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ പ്രകൃതിയാലുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ. പിന്നെ കൃത്രിമ ഉപഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് വിക്ഷേപിക്കാൻ എന്തുണ്ട്? റോക്കറ്റുകൾ, അതിൻ്റെ വാഹനങ്ങളാണ് റോക്കറ്റുകൾ എന്ന് പറഞ്ഞത്. ഈ കൃത്രിമോപഗ്രഹങ്ങളുടെ ഉപയോഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഈ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളാണ് തുമ്പ, ശ്രീഹരിക്കോട്ട, അതുപോലെ തന്നെ ISRO. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ബഹിരാകാശ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ അടങ്ങിയിട്ടുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് തന്നെ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.